ഹലോ ഹായ് നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു SCRT സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥ, എന്താണ്, ഏതൊക്കെ തരത്തിലാണ് സമ്പദ് വ്യവസ്ഥയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചും ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അല്ലാതെ ലോകത്തുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചും ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പാഠഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്തൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്തൊക്കെ? എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഏതൊക്കെ? ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തുമായി ബന്ധപ്പെട്ടാണ്? സാധനങ്ങളുടെയും അതുപോലെ സേവനങ്ങളുടെയും ഉൽപാദനം, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 പ്രശ്നങ്ങളാണ് എന്തുൽപാദിപ്പിക്കണം, ഒരു രാജ്യത്ത് എന്തുൽപാദിപ്പിക്കണം, എന്ത് സാധനം അല്ലെങ്കിൽ എന്ത് സേവനമാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആ ഒരു വസ്തു എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഏത് രീതിയിൽ കൂടിയാണ് അത് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആ ഒരു സാധനം ഉണ്ടാക്കുന്നതിലൂടെ കൂടി അത് ആർക്കാണ് ഉപകരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത്, ആർക്ക് വേണ്ടിയാണ് അത് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നീ 3 പ്രശ്നങ്ങളാണ് ഒരു രാജ്യം നേരിടുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്തുൽപ്പാദിപ്പിക്കണം എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അവിടെ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപ്പാദിപ്പിക്കണം എന്നാണ് ആദ്യം നിശ്ചയിക്കേണ്ടത്, അല്ലെ? ഓരോ രാജ്യത്തെയും വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ രാജ്യത്തെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആ രാജ്യത്തിന് എന്താണ് ആവശ്യമുള്ളത്, അതാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതും അതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതും. അപ്പൊ നോക്കുക, ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപ്പാദിപ്പിക്കണം എന്നാണ് ആദ്യം മുൻഗണന നൽകേണ്ടത്. എന്തുൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം നേരിടുന്നത് ഭക്ഷ്യക്ഷാമമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ രാജ്യം ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്തായിരിക്കും? ഭക്ഷ്യവിളകളായിരിക്കും. ഭക്ഷ്യക്ഷാമം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷ്യവസ്തുക്കളായിരിക്കണം അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ചോദ്യം എന്താണ്? എത്രമാത്രം അളവിൽ അത് ഉൽപ്പാദിപ്പിക്കണം? കൂടാൻ പാടില്ല. ആവശ്യത്തിന്, നമ്മുടെ ഭക്ഷ്യക്ഷാമമാണ് നമ്മുടെ പ്രശ്നമെന്ന് കരുതി ഒരുപാട് ഭക്ഷ്യവിളകൾ എന്ത് ചെയ്യാൻ പാടില്ല? കൃഷി ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള വിളവെടുപ്പെടുത്ത് അത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. കാരണം അത് പിന്നെ എന്ത് ചെയ്യും? മറ്റ് മേഖലകളെ ആയിരിക്കും അത് തകർക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ എന്തുൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതായിരിക്കണം അടുത്ത ചോദ്യം. അപ്പൊ എന്തുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എത്രമാത്രം അളവിൽ അത് ഉൽപ്പാദിപ്പിക്കണം എന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്, അല്ലെ? അതിൽ പ്രയോറിറ്റി അനുസരിച്ച് ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. അപ്പോൾ മറ്റ് വിഭവങ്ങൾ ആ രാജ്യത്ത് ആവശ്യമുണ്ട്, എന്നാൽ ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചാണ് എന്തുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കണം എന്ന് കണ്ടെത്തണം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് എന്താണ്? ഒരു കാര്യം മാത്രമല്ല അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ സേവനത്തിലോട്ട് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്. പല രീതിയിലുള്ള നിരവധി സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുത്താണ് എന്തുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. അത് കഴിയുമ്പോൾ എന്താണ്? എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നത് നമുക്ക് ആവശ്യത്തിന്
ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഉൽപ്പാദിപ്പിക്കണം. പക്ഷേ ആവശ്യത്തിൽ അധികമായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. അത് മറ്റ് മേഖലകളെ അല്ലെങ്കിൽ മറ്റ് വ്യാവസായിക മേഖലകളെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് മറ്റ് വിഭവങ്ങളെ കൂടി പരിമിതപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ട രീതി അല്ലെങ്കിൽ ആ ഉൽപ്പാദനത്തിന്റെ എത്രത്തോളം എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് ആ ഒരു ചോദ്യത്തിൽ വരുന്നത്. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. ഇത്തരത്തിൽ ഒരു രാജ്യം തീരുമാനങ്ങൾ എടുക്കുന്നത് സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കാനാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഇക്കോണമി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളാണ് ആവശ്യമെങ്കിൽ ആ ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, എത്രമാത്രം ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം. അത് മറ്റു മേഖലകളെ എന്ത് ചെയ്യാനും പാടില്ല, എഫക്റ്റ് ചെയ്യാനും പാടില്ലാതെ ഒരു സന്തുലിതമായിട്ട് കൈവരിക്കാൻ വേണ്ടി, ഒരു സന്തുലിത അവസ്ഥ കൈവരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ചോദ്യമായിട്ട് വരുന്നതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പം നമ്മൾ ഭക്ഷ്യവസ്തുക്കളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു രാജ്യം നേരിടുന്ന പ്രശ്നം ഭക്ഷ്യക്ഷാമമാണെങ്കിൽ ആ ഭക്ഷ്യക്ഷാമം മാറ്റുന്നതിന് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യം കണ്ടെത്തി എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നും നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത് വരുന്നത് എന്താണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏത് രീതിയിലൂടെ അത് ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യം കൊണ്ട് വരുന്നത്. അതായത് ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഉൽപ്പാദനം നടത്താമോ, അതല്ല തൊഴിലാളികളെ കുറച്ചുകൊണ്ട് മൂലധനം അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമോ, അങ്ങനെയുള്ള രീതികൾ ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിൽ വരുന്നത്. ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായ പ്രശ്നം. ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം, ഏത് രീതി, ഏത് ടെക്നോളജി യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നത്തിൽ വരുന്നത്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ടെക്നോളജി യൂസ് ചെയ്യണം, ഏത് സാങ്കേതിക രീതിയാണ് ഇവിടെ ഉപയോഗിക്കണം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൽ വരുന്നത്. ഏത് സാങ്കേതിക രീതിയാണ് അല്ലെങ്കിൽ ഉൽപാദന രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഏത് സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പാണ് എന്നതാണ് അവിടെ അടിസ്ഥാനമാക്കുന്നത്. ഏത് സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കണം എന്നത് ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, റിസോഴ്സസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഉൽപാദന രീതിയാണ് നമുക്ക് കൂടുതലായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? തൊഴിലും മൂലധനം എന്നീ ഉൽപാദന ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉൽപാദന രീതികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഏതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണടാ? തൊഴിൽ, അധ്വാന ശേഷിയും അതുപോലെ മൂലധനം എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉൽപാദന ഘടകങ്ങൾ. ഇത് രണ്ടും ഉൽപാദന ഘടകമാണ്, തൊഴിലും മൂലധനവും. ഈ ഉൽപാദന ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉൽപാദന രീതികളെ രണ്ടായി തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്നും അതുപോലെ മൂലധന തീവ്ര സാങ്കേതിക രീതി. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി? കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇവിടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്താണ് മൂലധനം എന്ന് പറയുന്നത്? ഒരു ഉൽപാദനത്തിൽ ക്യാഷോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് യന്ത്രങ്ങളോ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ വരുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് മൂലധന രീതി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ആണ് അവിടെ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ തൊഴിലാളികളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അധ്വാന ശേഷിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിൽ എന്താണ്? തൊഴിൽ ശക്തിയും മൂലധനം കുറവുമായിരിക്കും. കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന രീതി, ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. എന്താണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് വൈസിൽ PSCക്ക് ചോദിക്കാൻ പറ്റുന്ന. ഇനി അടുത്തത് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്
ഇതാണ്. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപാദനം. അപ്പൊ ഇവിടെ എന്താണ്? തൊഴിലാളികളാണ് കൂടുതൽ, മൂലധനം കുറവാണ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കുറവാണ്, കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നു. കുറഞ്ഞ തോതിലുള്ള മൂലധനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുറഞ്ഞ തോതിലുള്ള മൂലധനം മതിയാവും. അതുപോലെ കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതിയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു കൃഷിയിടം, ആ കൃഷിയിടത്തിൽ അവിടെയുള്ള മണ്ണെല്ലാം ഉഴുതു മറിക്കണമെങ്കിൽ ഒരു 50 കർഷകർ അല്ലെങ്കിൽ 50 ആൾക്കാരെ നമുക്ക് വേണമെന്ന് വിചാരിക്കുക. ആ 50 ആൾക്കാർക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അത് ആ ഒരു നിലം ഉഴുതു മറിക്കാനായിട്ട് നമുക്ക് ഒരു യന്ത്രവും ഉപയോഗിക്കാം. അപ്പൊ ഏത് സാങ്കേതിക രീതി ഇവിടെ ഉപയോഗിക്കുമ്പോഴായിരിക്കും കുറഞ്ഞ സമയത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക? ഉറപ്പായിട്ടും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെ. തൊഴിലാളികളെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും ആ സമയം കൂടുതലായിട്ട് ആവശ്യം വരും. അതാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അതുപോലെ നോക്കിക്കേ, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. കാരണം ഇവിടെ അധ്വാന ശേഷിയാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗവുമാണ്. ടെക്നോളജീസ് വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്നു, കുറഞ്ഞ മൂലധനമാണ്, എന്നാൽ സമയം കൂടുതൽ ആവശ്യമായി വരുന്നു, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഉൽപാദന രീതിയാണ്, സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം മാത്രമാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ എന്തൊക്കെയായിരിക്കാം? കൂടുതൽ മൂലധനമായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുറഞ്ഞ തൊഴിലാളികളും കൂടുതൽ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി. എന്തൊക്കെയാണ്? കൂടുതൽ മൂലധനവും കുറഞ്ഞ തൊഴിൽ ശക്തിയും. ഇവിടെ തൊഴിൽ ശക്തി അല്ലെങ്കിൽ അധ്വാന ശേഷി എന്ന് പറയുന്നത് കുറവാണ്, മൂലധനമാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ കൂടുതൽ. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പണത്തിലാകാം അല്ലെങ്കിൽ മെഷീൻസിലാവാം, യന്ത്രങ്ങളാകാം അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്. ഇവിടെ തൊഴിലാളികളുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ യന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യന്ത്രം തന്നെ ചെയ്തോളൂ അല്ലെ. അവിടെ ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യം വരുന്നില്ല. കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു. ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി. അതുപോലെ ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. സാങ്കേതിക വിദ്യയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട് അല്ലെ. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ടെക്നോളജിയുടെ ആവശ്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി. മറ്റ് തൊഴിൽ രീതിയെ സംബന്ധിച്ച്, തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയെ സംബന്ധിച്ച് ഉൽപാദനത്തിന് ഇവിടെ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അതാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും മാത്രമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ 2 ചോദ്യത്തിനും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്തുൽപാദിക്കണം, എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, പിന്നെ എന്തായിരുന്നു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിൽ ഉണ്ടാവുന്നത്. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലെ. ഒരു രാജ്യത്ത് ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുമ്പോൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് 3ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. അതായത് ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ഈ രീതികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ആർക്ക് വേണ്ടി ആയിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഇങ്ങനെയുള്ള ഉൽപ്പാദനം നടക്കേണ്ടത്. അപ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഈ സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നാണ് ഈ ഒരു ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിൽ വരുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാം വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് അല്ലെ. എല്ലാവർക്കും, ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവിടുത്തെ ലഭ്യമായ വിഭവങ്ങളെ എല്ലാവർക്കും അത് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഈ ഒരു ഉൽപാദനം നടത്തേണ്ടത്. അതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യത്തിൽ വരുന്നത്. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യം നേരിടുന്ന 3 പ്രശ്നങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്,
എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. പിന്നെ അവർ നേരിടുന്നത് എന്താണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെ ചോദ്യം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു PSC ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ആദ്യം കാണിച്ചു തന്ന ചോദ്യം. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, SCRT തന്നെ തന്നിട്ടുള്ള ഒരു പിക്ചർ ആണ് ഇത്. നമുക്കൊരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് ചിലപ്പോൾ PSC ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാഹചര്യം തന്നിട്ട് ആ സാഹചര്യത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ എടുക്കാം. SCRT പാഠഭാഗത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ഒരു ഉൽപാദന യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അംഗങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. എന്തായിരിക്കും അവർ തീരുമാനമെടുക്കേണ്ട അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്? ഒരു ഉൽപാദന യൂണിറ്റ് അവർ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ അവർക്കുള്ള അടിസ്ഥാന പ്രശ്നം എന്തായിരിക്കും, അവർ തീരുമാനിക്കേണ്ട അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നതായിരിക്കും അല്ലെ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് അവര് അടിസ്ഥാനമായിട്ടും കണ്ടെത്തേണ്ട ഉത്തരം അല്ലെങ്കിൽ ചോദ്യത്തിനുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അടുത്ത നോക്കുകയെ, ചർച്ചകൾക്കൊടുവിൽ കുറച്ചു സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കൃഷിക്ക് നിലം ഒരുക്കാൻ യന്ത്രങ്ങളും തൊഴിലാളികളും ഏതേത് അളവിൽ വേണം എന്ന ചർച്ചയായി. ഇത് ഏത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചു അല്ലെ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നത് വരുന്നത് ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ എന്താണടാ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അടുത്തത് നോക്കിക്കേ, കുടുംബശ്രീ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പച്ചക്കൃഷി കൃഷി ചെയ്യാത്ത കുടുംബങ്ങളുണ്ട്. അവർക്ക് പച്ചക്കറി ആവശ്യവുമാണ്. മിച്ചം വരുന്നത് ആവശ്യക്കാർക്ക് വിൽക്കാം എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. കൂടാതെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇത് ഏത് അടിസ്ഥാന പ്രശ്നത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം അല്ലെ. ഈ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം തീരുമാനിച്ചു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നും തീരുമാനിച്ചു. ഇനി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വെച്ചിരുന്നാൽ മതി. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത നോക്കാം, ഉൽപാദന ഘടകങ്ങളും വരുമാന വിതരണവും. അതായത് നമ്മൾ പറഞ്ഞു ഉൽപാദനം, അതായത് പ്രൊഡക്ഷൻ, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതി, അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. ഈ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ടും 4 ഘടകങ്ങൾ ആവശ്യമാണ്. അതിനെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഉൽപാദന ഘടകങ്ങൾ, ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഭൂമി. നമുക്ക് ഭൂമി വേണം അല്ലെ. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഫിസിക്കലി നമുക്ക് വേണ്ടതാണ് ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, ഭൂമി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ അധ്വാന ശേഷി അവിടെ ഉണ്ടാകണം. അതാണ് തൊഴിൽ, ലേബേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ്? മൂലധനം. ഇനി അവിടെ യന്ത്രങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? മൂലധനം, ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതുണ്ട്. അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന 3 ഘടകങ്ങളെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. അതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ പറയുന്ന ഘടകങ്ങൾക്കെല്ലാം പ്രതിഫലം ഉറപ്പായിട്ടുമുണ്ട്. ഈ പറയുന്ന എല്ലാ ഘടകങ്ങൾക്കും എന്ത് വേണം? റിട്ടേൺ അല്ലെങ്കിൽ പ്രതിഫലം വേണം. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം അല്ലെങ്കിൽ റെന്റ് എന്ന് പറയുന്നത്. റെന്റ് ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഉൽപാദന ഘടകം എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകമാണ് ഉൽപാദന ഘടകം എന്ന് പറയുന്നത്. 4 ഉൽപാദന ഘടകമാണുള്ളത്. ഭൂമി അല്ലെങ്കിൽ ലാൻഡ്. ഭൂമി അല്ലെങ്കിൽ ലാൻഡിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പാട്ടം അല്ലെങ്കിൽ എന്താ, വാടക, റെന്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി എന്താണ്? തൊഴിൽ. അവിടെ അധ്വാന ശേഷി വേണം. അതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്നത് എന്താണ്? കൂലിയാണ് അല്ലെങ്കിൽ വേതനമാണ്, അല്ലെങ്കിൽ എന്ത് പറയാം? വേജസ് എന്ന് പറയാം.
അപ്പോൾ ലേബേഴ്സിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വേജസ് അല്ലെങ്കിൽ തൊഴിലിന് കിട്ടുന്നത് എന്താണ്? വേതനം അല്ലെങ്കിൽ കൂലി എന്ന് പറയാം. ഇനി അടുത്ത് വരുന്നത് എന്താണെടാ? മൂലധനമാണ്. മൂലധനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. ആ ഒരു ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, പണമായിട്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങളായിട്ടോ ഒക്കെ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തേണ്ടത് എന്നുള്ളതാണ് മൂലധനത്തിൽ വരുന്നത്. ഈ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ പലിശ എന്ന് പറയാം. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ, അതാണ് മൂലധനത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ 3 ഘടകങ്ങളെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഉൽപാദനം നടത്തുന്ന രീതി അല്ലെങ്കിൽ ഉൽപാദനം നടത്തുന്നതിനെയാണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ആ ഒരു സംഘാടനത്തിന് തിരിച്ചു കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്. ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മുടെ SCERT തന്നിട്ടുണ്ട്. ഭൂമിക്ക് ലഭിക്കുന്ന എന്താണെടാ? പാട്ടം. അതുപോലെ തൊഴിലിന് ലഭിക്കുന്നത് എന്താണ്? വേതനമാണ്. മൂലധനത്തിന്റെ റിട്ടേൺ പലിശയാണ്. അതുപോലെ സംഘാടനത്തിന് ലഭിക്കുന്നത് ലാഭം ആണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, സമ്പദ് വ്യവസ്ഥ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സമ്പദ് വ്യവസ്ഥ. എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം എക്കണോമിക് സിസ്റ്റം എന്ന് പറയാം. എക്കണോമിക് സിസ്റ്റം, സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥ എന്താണ്? സമ്പദ് വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്കണോമിക് സിസ്റ്റം എന്ന് പറയാം. എക്കണോമിക് സിസ്റ്റം, സമ്പദ് വ്യവസ്ഥ. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ. എന്താണ് ക്രമീകരിക്കുന്ന രീതി? ഈ പറയുന്ന രാജ്യം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു, അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഉൽപാദനം നടത്തേണ്ട, പ്രൊഡക്ഷൻ നടത്തേണ്ടത് എങ്ങനെയാണ്, അത് വിതരണം ചെയ്യേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഉപഭോഗം, കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ക്രമീകരിക്കുന്ന രീതിയെയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്രമീകരിക്കുന്ന രീതി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്രമീകരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം അല്ലെ. ഓരോ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെയും വിഭവങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ആ വിഭവങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ആവശ്യക്കാരുടെ, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയണം അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ കഴിയണം. അതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? സമ്പദ് വ്യവസ്ഥ എന്നത് മനുഷ്യനിർമ്മിതമാണ്. മാൻമെയ്ഡ് ആണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമാണ്, നാച്ചുറലി ഉണ്ടായതല്ല. മനുഷ്യർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറിക്കൊണ്ടിരിക്കും അല്ലെ. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. അതുപോലെ എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഉൽപാദനം, അതുപോലെ വിതരണം, പിന്നെന്താണെടാ? ഉപഭോഗം. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ബേസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ് ഇത്. സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ: മനുഷ്യനിർമ്മിതമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥ, അതുപോലെ അവിടെ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദനം, വിതരണം, ഉപഭോഗം, പ്രൊഡക്ഷൻ, സപ്ലൈ, കൺസംഷൻ എന്നിങ്ങനെയാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ. നമ്മൾ എന്താണ് ഉൽപാദന ഘടകങ്ങളെ കുറിച്ച് പഠിച്ചു. ആ ഉൽപാദന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പദ് വ്യവസ്ഥയെ 3ആയി തരംതിരിച്ചിരിക്കുന്നത്. ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ്. ഈ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഓണർഷിപ്പിന്റെ ബേസിസിലാണ് സമ്പദ് വ്യവസ്ഥയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയും. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സ്ഡ് എക്കോണമി എന്ന് പറയും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ
ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, എന്നിങ്ങനെ 3 രീതിയിലാണ് സമ്പദ് വ്യവസ്ഥയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭൂമിയും തൊഴിലും അതുപോലെ മൂലധനവും എല്ലാം ഒരു പ്രൈവറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ അവിടെ നടക്കുന്ന ആ രാജ്യത്ത് നടക്കുന്ന എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരിക്കും. അവിടെ ഗവൺമെന്റിന് ഒരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിരിക്കില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം. അങ്ങനെയുള്ള എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടി കോമ്പിനേഷൻ ആയിരിക്കും, പ്രൈവറ്റിന്റെയും ഗവൺമെന്റിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഉൽപാദക ഘടകങ്ങൾ, ഈ പറഞ്ഞ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെയും ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് ആരുടെയിലായിരിക്കും? സ്വകാര്യ വ്യക്തികളിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ, ഈ ഒരു സമ്പദ് വ്യവസ്ഥയിലുണ്ട്. എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യാം? സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം, അല്ലെ? എപ്പോഴും ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ കൂടുതൽ ഏറ്റവും മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ലാഭമായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ലാഭമായിരിക്കും പരമാവധി ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ഗവൺമെന്റ് ഇടപെടൽ ഇവിടെ പരിമിതമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഈ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇവിടെ ഗവൺമെന്റിന് എന്തില്ല? ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ പരിമിതമായിട്ട് മാത്രമാണ് ഉള്ളത്. ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഏത് വിഭവങ്ങൾ വേണമെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് സംഭരിക്കാം. അവ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഉപഭോക്താവിന് പരമാവധികാരമുണ്ട്. അതായത് ഒരു കൺസ്യൂമറിന് വിപണിയിൽ, മാർക്കറ്റിൽ എന്താണ്? പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് സാധനം ഉപയോഗിക്കണം, ഏത് വേണ്ടാന്ന് വെക്കണം എന്നുള്ള പൂർണ്ണ അധികാരം അല്ലെങ്കിൽ ആ ഒരു പരമാധികാരം ഉപഭോക്താവിന് ഉണ്ട്. അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം ഇവിടെ നിലനിൽക്കുന്നു, അല്ലെ? പ്രൈവറ്റ് പാർട്ടീസ് ആണ്, സ്വകാര്യ വ്യക്തികളാണ്. അപ്പൊ എല്ലാവർക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശവുമുണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യും? അവിടെ ഉൽപാദനം നടത്തും. അവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം ഈ ഒരു വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നു. അതുപോലെ എന്താണെടാ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാനായിട്ട് സാധ്യതയുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് ഓർത്തു വെക്കുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം, അവരുടെ വികസനത്തിൽ സജീവ പങ്കാളിത്തം കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കണോമി. എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കേട്ടോ, എന്താണ്? എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റിലായിരിക്കും നിക്ഷിപ്തമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ്
പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടായിരിക്കും, ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. എന്താണ് ഇവരുടെ പ്രത്യേകതകൾ? ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥത ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. ഗവൺമെന്റ് ആണ് ഇവിടെ ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത്. ഈ പറയുന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെയും ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത് പൂർണ്ണമായും ഗവൺമെന്റിലായിരിക്കും. സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. സാമൂഹിക ക്ഷേമം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ലാഭമായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ ഇവിടെ എന്താണ്? സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം. മാർക്കറ്റിൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. ആ രാജ്യത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നിവ മുൻനിർത്തിയാണ് കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു, അല്ലെ? അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ആർക്ക് വേണോ സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഈ ഒരു വരുമാനം അതുപോലെ സമ്പത്തും തമ്മിലുള്ള അസമത്വം കുറയ്ക്കാനായിട്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാധിക്കുന്നു. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്, അല്ലെ? നമ്മുടെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ഗവൺമെന്റിന്റെ കയ്യിലുള്ളതാണ് എന്ന് അങ്ങനെയുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന്റെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവിടെ ആരുടെയൊക്കെ കോമ്പിനേഷനാണ് വരുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചില പ്രത്യേകതകൾ മാത്രം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം. ഇവിടെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മിക്സഡ് ഇക്കോണമിയിൽ കാര്യങ്ങൾ നടത്തുന്നത്. അതുപോലെ ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ലാഭവും അതുപോലെ തന്നെ എന്താണ്? സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണെടാ? സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഏത് വ്യവസ്ഥയിലാണ്, ഏത് സാമ്പത്തിക വ്യവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്? മിശ്ര സാമ്പത്തിക വ്യവസ്ഥയിലാണ്. അതുപോലെ ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണവും ഏതിലതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും പ്രൈവറ്റ് ഓണർഷിപ്പിലല്ല ഉള്ളത്. അപ്പൊ ചില മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമില്ലേ, എത്ര ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള രീതിയൊക്കെ, അതൊക്കെ ആവശ്യത്തിന് എന്താണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എന്നുള്ളത് കണക്കാക്കി ഗവൺമെന്റിന് പ്രാധാന്യം നൽകാൻ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. ഈ പറഞ്ഞ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത്? ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സ്വീകരിക്കുന്നത്. ക്ലിയർ അല്ലേ? ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇന്ന് നോളേജ് എക്കണോമി എന്ന് പറയുന്ന മറ്റൊരു എക്കണോമിക് സിസ്റ്റത്തിലോട്ട് ഇന്ന് നമ്മുടെ ആഗോളതലത്തിൽ ലോകം എമ്പാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നോളേജ് എക്കണോമി? അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നോളേജ് എക്കണോമി. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെടാ? അറിവും വൈദഗ്ധ്യവുമാണ് ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് എന്നോ ഗവൺമെന്റ് എന്നോ ഇല്ല. ഇവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ഒരു ചാലകമായി മാറുന്ന സമ്പദ് വ്യവസ്ഥയാണ്
വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഭവം എന്താണെടാ? അറിവാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഭവമായി കാണപ്പെടുന്നത്. അതിന്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെ നവീകരണത്തിനും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലെ പാർട്ട് 1 ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു പാർട്ട് 2 കാണും. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഒരു രാജ്യം നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഒരു രാജ്യം നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് അല്ലെ? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥയിലെ പ്രശ്നമാണ്, ഒരു രാജ്യം നേരിടുന്ന പ്രശ്നമാണ്. എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു പ്രശ്നമാണോ? അങ്ങനെ നമ്മൾ പഠിച്ചില്ല അല്ലെ? എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്നും ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്നും നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം ഒരു രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. എന്നാൽ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു സാമ്പത്തിക പ്രശ്നം അല്ല. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. ഇതിൽ ഉൽപാദന പ്രക്രിയയിൽ കുറഞ്ഞ മൂലധനവും കൂടുതൽ തൊഴിൽ ശക്തിയും ഉപയോഗിക്കുന്ന രീതിയാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഉൽപാദന പ്രക്രിയയിൽ കുറഞ്ഞ മൂലധനവും കൂടുതൽ തൊഴിൽ ശക്തിയും ഉപയോഗിക്കുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഉൽപാദനത്തിനായി കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. നമ്മൾ പറഞ്ഞതാണ് തൊഴിലാളികളെ അല്ലെങ്കിൽ ലേബർ അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവിടെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഇവിടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യ പരിസ്ഥിതി സൗഹൃദമായ ഒരു ഉൽപാദന രീതിയാണ്. ഈ പറയുന്ന സാങ്കേതിക രീതി എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ഉൽപാദന രീതിയല്ലേ? ആണ്. അപ്പൊ അതും ശരിയാണ്. നാലാമത്തത് എന്താണ്? സാങ്കേതിക വിദ്യയുടെ ഉയർന്ന തോതിലുള്ള ഉപയോഗം ഈ രീതിയുടെ പ്രത്യേകതയാണ്. ഈ രീതിയുടെ പ്രത്യേകതയാണോ അത്? നമ്മൾ മൂലധന തീവ്ര സാങ്കേതിക രീതിയിലാണ് സാങ്കേതിക വിദ്യയുടെ കൂടുതൽ ആവശ്യം വേണ്ടി വരുന്നത്. എന്നാൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിൽ അത് ആവശ്യം വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. മുകളിൽ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ശരിയായത് ഏതൊക്കെയാണല്ലോ? 1, 2, 3 അത് ഉത്തരമായി വരുന്നത് സി ആണ്. 1, 2, 3 എന്നിവ മാത്രമാണ് ശരി ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഉൽപാദന രീതികളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ചുള്ള ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. ഇവിടെ ഉൽപാദന രീതികളുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2 രീതിയും വരാം. കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ചുള്ള ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അല്ലെ? ശരിയാണ്. കൂടുതൽ തൊഴിലാളി ആവശ്യമായിട്ട് വരുന്നു അല്ലെങ്കിൽ അധ്വാനശേഷി ആവശ്യമായിട്ട് വരുന്നുണ്ട്, മൂലധനം കുറവ് മതി. രണ്ടാമത്തെ നോക്കിക്കേ. മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ ഉൽപാദനത്തിനായി കൂടുതൽ സമയം ആവശ്യമാണ്. അത് ശരിയാണോ? തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിലാണ് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നത്. മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ കുറഞ്ഞ സമയം മതി. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 നോക്കിക്കേ. തൊഴിൽ തീവ്ര സാങ്കേതിക രീതി പരിസ്ഥിതി സൗഹൃദമായ ഒരു ഉൽപാദന രീതിയാണ് അല്ലെ? ശരിയാണ്. 4 മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ശരിയാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനായിട്ട് മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണടാ? മുകളിൽ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണ്? 1, 3, 4 മാത്രമാണ് ശരിയായത്. അത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? 1, 3, 4 എന്നിവ മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിക്കുന്ന ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ 4 ഉൽപാദന ഘടകം തന്നിട്ടുണ്ട്. അതിന് ജോഡി അല്ലെങ്കിൽ അതിന്റെ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി പാട്ടം, അതുപോലെ തൊഴിൽ ലാഭം, മൂലധന പലിശ, സംഘാടനം വേതനം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭൂമിയുടെ റിട്ടേൺ അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടം അല്ലെങ്കിൽ റെന്റ് ആണ്. അത് ശരിയാണ്. തൊഴിലിൻ്റെത് ലാഭമാണോ? അല്ല അല്ലേ? നമ്മൾ പഠിച്ചതാണ് തൊഴിലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് കൂലി അല്ലെങ്കിൽ വേജസ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തേതോ? മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണത് ശരിയാണ്.
4 സംഘാടനം, ഓർഗനൈസേഷന് കിട്ടുന്നത് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്, വേജസ് അല്ലെങ്കിൽ വേതനം അല്ല. അപ്പൊ അത് തെറ്റാണ്. ഇവിടെ അപ്പോൾ ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണെടാ? 1ഉം 3ഉം മാത്രമാണ്. അത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് പാർട്ട് 2 കൂടി നമുക്കുണ്ട്. അപ്പൊ അതും കൂടി എല്ലാവരും കാണുക. അപ്പൊ ആ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ കാണുക. അതോടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.